നമ്മളിപ്പോൾ ഭഗവത്ഗീത ആധികാരികമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഭഗവത്ഗീതയുടെ ഓൾഡ് ഏജ് എത്രയാണ്? വയസ്സ് എത്രയാണ്? 5000 120 million years ago അല്ലേ? അപ്പൊ അതില് ഞാൻ പറയട്ടെ, എത്ര പേർക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ട്? ഓക്കെ, എത്ര പേർക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്? അപ്പോൾ സങ്കടം, ദേഷ്യം, ഇത് ഒക്കെ തന്നെ ഇഷ്ടം, അനിഷ്ടം, മിശ്രിതം, ഇത് ഓൾ ബിക്കോസ് ഓഫ് നമ്മൾ മനസ്സിൻ്റെ അണ്ടറിലായതുകൊണ്ടാണ്. മനസ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്താണ് മനസ്സെന്താ ഡിസൈഡ് ചെയ്യുന്നത്? നിന്നെ അവരിങ്ങനെ പറഞ്ഞു, ഓക്കെ, അതുകൊണ്ട് ഇന്ന് നീ വിഷമിച്ചിരുന്നോ? ഉടനെ നമ്മൾ പറയണം, യാ എന്നെ അങ്ങനെ പറഞ്ഞു അല്ലേ, അതുകൊണ്ട് ഞാൻ എങ്ങനെ വിഷമമായിട്ടിരിക്കണം. വിഷമം ഇല്ലെങ്കിലും നമ്മൾ വരുത്തി തീർക്കും. എന്തിനാ? ഇനിയെങ്കിലും ഈ കാലമടൻ പറയരുത്. ഈ മനസ്സിൻ്റെ അവസ്ഥകളൊക്കെ എങ്ങനെ പോകണമെന്നറിയാമോ? ഞാൻ ഏകദേശം 26 വർഷമായി മനസ്സിൻ്റെ പുറകെ നടന്നിട്ട്. സത്യം, ആളിനെ കിട്ടി. കൂടുതലും ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്. കാരണം മനസ്സുകൊണ്ട് നമുക്ക് എന്തും നേടാൻ പറ്റുമെന്നാണ്. ഇതിൻ്റെ പ്രധാന പോയിന്റ് മനസ്സും ചിന്തകളുമാണ്. പ്രസന്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ചിന്തകളാണ് അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പേ ചിന്തിച്ചോണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ എപ്പം പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അത് നേരത്തെ എഴുതിച്ച് പോണവരുമുണ്ട്. ഇത് ആൾ ബിക്കോസ് ഓഫ് എങ്ങനെ ഇറങ്ങും. അദ്ദേഹമാണ് എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത്. ജയിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഐ കോണ്ടാക്ട് വയ്ക്കുന്നത് അല്ലേ? എന്നെ നോക്കും ഉറങ്ങാതെ. ചിലർ കോട്ട് ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് കാണിക്കും. ഓൾ ബിക്കോസ് ഓഫ് മൈൻഡ് അല്ലേ? എല്ലാം മൈൻഡാണ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്. ചില സമയത്ത് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു ആരുടെങ്കിലും പറഞ്ഞു തരുമോ എനിക്ക്? എന്നാൽ പറഞ്ഞു തരുന്ന ആരാണ്? അടുത്ത സൈക്കോ ആണ്. ഇവിടെ സൈക്കോളജി എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഓക്കെ, സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അബ്നോർമലില് അവർ തന്നെ അബ്നോർമലിൽ ചിന്തിക്കുക അല്ലേ? ട്രെയിനിങ് അങ്ങനെ അല്ലായിരുന്നു. ഞാനും സൈക്കോളജി ആയിരുന്നു. അബ്നോർമലായിട്ട് ചിന്തിക്കാൻ പറയും. അവർ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ വ്യക്തി അബ്നോർമലായിട്ട് ചിന്തിച്ച് എന്തിനു വേണ്ടിയാ? അബ്നോർമലായിട്ടുള്ള ആളെക്കുറിച്ച് അവരെങ്ങനെയാണ് ചിന്തിക്കുക, അതിനനുസരിച്ച് സൊല്യൂഷൻ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവർ അബ്നോർമലി ചിന്തിച്ച് എന്താവും? സത്യം പറഞ്ഞ ഒരു ചെറിയൊരു നട്ട് ലൂസാവും. അപ്പം അവരെടുത്ത് കൊണ്ടുപോയി കാര്യം നടത്തി ഇനി ഒരാൾ കൊണ്ടുപോയാൽ നടക്കുമോ? മാതാജി നട്ട് ലൂസായെന്ന് പറയണതല്ല, പൊതുവെ ഒരു പീക്കിൽ പോയവരുടെ കാര്യമാണ് പറയണത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു അബ്നോർമാലിറ്റി കാരണം അവർ ചിന്തിക്കുന്നത് നോർമൽ അല്ല. സാധാരണ അവരുടെ ജീവിതത്തിലും ഇത് വരും. എന്താണോ മനസ്സ് അതല്ലേ പുറത്തു വരുന്നത്. എനിക്ക് വട തിന്നാൻ ആഗ്രഹം, അതുകൊണ്ടല്ലേ വട കിട്ടിയത് അല്ലേ? ഇപ്പം വട വരും, വടയുടെ മണം അടിക്കുന്നു. ഓക്കെ, അപ്പം എന്താണോ നമ്മുടെ മൈൻഡ് അതാണ് നമ്മൾ സൗണ്ടായിട്ട് പുറത്തു വരുന്നത്. അപ്പം അബ്നോർമൽ വേയിൽ നമ്മൾ ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അബ്നോർമൽ വേയിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ്. ബുദ്ധൻ പറയുന്നത്, ലോർഡ് ബുദ്ധ പറയുന്നത്, നമ്മുടെ ചിന്ത എന്താണോ അതാണ് നമ്മൾ അല്ലേ? അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മനസ്സിന് ഇത്രയും വരണമെങ്കിൽ മൈൻഡും ചിന്തകളും നമുക്ക് പ്രശ്നമാണ്. അതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. സോ അതുകൊണ്ട് സൊല്യൂഷൻ ടു ഓൾ ദ പ്രോബ്ലംസ്, നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷനുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും, താക്കോല് നിർമ്മിക്കാതെ പൂട്ട് നിർമ്മിക്കില്ല എന്നല്ലേ? അതേമാതിരിയാണ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തിയെടുക്കണം.
അതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അർജുന, നിന്റെ മനസ്സിപ്പോ നിനക്ക് ശത്രുവാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് പറയാണ്, അതിനനുസരിച്ചിട്ടാണ് നീ കേൾക്കുന്നത്. മനസ്സ് പറയാണ് നീ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ നീ മൂടിയാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രോബ്ലം ഉണ്ട്. ഉടനെ നീ പറയാണ് യെസ് എനിക്ക് പ്രോബ്ലം ഉണ്ട്. അർജുന അതാണ് കരഞ്ഞത്. യെസ്, ഇതെല്ലാം എൻ്റെ ആൾക്കാരാണ്, ഇതെല്ലാം എൻ്റെ ബന്ധുക്കളാണ്. ആക്ച്വലി ബന്ധുക്കളെന്നൊന്നുണ്ടോ? എല്ലാം പേരിനല്ലേ ഉള്ളൂ. അവരൊക്കെ ആരാ? ആത്മാക്കളാണ്, അല്ലേ? ആത്മാവിനി ഭൂമിയിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല, അല്ലേ? ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളോ, പരമാത്മാവുമായൊരു ആത്മബന്ധം. റിയാലിറ്റി അതാണ്, യാഥാർത്ഥ്യം അതാണ്. ഓരോ ജന്മത്തിലും നമുക്ക് ഓരോ ബന്ധുവിനെ കിട്ടും. ഓരോ ജന്മത്തിൽ 84 ലക്ഷം ജന്മങ്ങളുണ്ടെന്നാണ്. ഇപ്പം നമ്മൾ മനുഷ്യനായിട്ട് വന്നു, ഇനി അടുത്ത ജന്മം നമുക്ക് വാലുണ്ടാവും, പറയാൻ പറ്റില്ല. ചിലപ്പം കുരങ്ങനായിട്ട് മാറും. കൂടുതൽ ജീവിതത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജന്മം എന്തായിട്ട് മാറും? കരടിയായിട്ട് മാറും. ഈ ജന്മത്തിൽ ഒരുപാട് മത്സ്യം കഴിച്ചാൽ അടുത്ത ജന്മം. ഇതെല്ലാം കർമ്മം അനുസരിച്ച് അയ്യോ പോ സ്വാമി, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ആശിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ ശാസ്ത്രങ്ങളുടെ ഏടുതാളുകളിൽ തപ്പിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രോപ്പർ ആൻസർ ഉണ്ട്. സോ ഇപ്പോൾ ഇന്ന് നമ്മുടെ പ്രശ്നത്തിന് കാരണം നമ്മുടെ മനസ്സാണ്. എത്ര പേർക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്? കൈപൊക്കിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടം വന്നാൽ ഞാൻ കരയില്ല, സന്തോഷം വന്നു കഴിഞ്ഞാൽ മതി മറന്ന് സന്തോഷിക്കില്ല, ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യം കാണിക്കില്ല. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളുടെ അടിമയാവാറ് പതിവ്, അല്ലേ? വി ഓൾ ബിക്കം സ്ലേവ്സ് ഓഫ് സർക്കംസ്റ്റാൻസസ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എത്ര പേര് ദേഷ്യപ്പെടൂല? ഒന്ന് നോക്കട്ടെ, എത്ര പേര് ദേഷ്യപ്പെടൂല? അപ്പൊ ദേഷ്യം വരുന്നത് ആണത്വമാണോ അല്ലെങ്കിൽ പെണ്ണത്വമാണോ? പലപ്പോഴും നമ്മളെ ഈ വില്ലേജ് ലേഡീസൊക്കെ പറയാറുണ്ടോ, അതിയാന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ദേഷ്യമുള്ളവരെന്ന് പറഞ്ഞാൽ വീക്കാണ്, അവർ വീക്കാണ്. ഒരു വ്യക്തിക്ക് ദേഷ്യമുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ വികാരങ്ങൾ അടക്കാൻ പറ്റുന്നില്ല, അത് പുറത്ത് ബോയിൽ ചെയ്ത് വരെയാണ്. സോ വീക്ക്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂളായിട്ടിരിക്കണം. അതാണ് പവർഫുള്ളായിട്ടുള്ള വ്യക്തി. എത്ര പേർക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഇവരുടെ അടുത്തെല്ലാം അത് മാനേജ് ചെയ്ത് നോക്കണം. അതേസമയം ഭാര്യ വീട്ടിലേക്കും ഭർത്താവ് കുടിച്ച് തല കുറങ്ങിയാണ് വരണമെങ്കിൽ അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യരുത്, അല്ലേ? പിന്നെ അത് സ്ഥിരം കുടിയാവും, അല്ലേ? അപ്പം ഏതിനെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് വേണ്ടി ദേഷ്യപ്പെടരുത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകും, കുഞ്ഞിൻ്റെ അടുത്ത് എത്ര പേര് ദേഷ്യപ്പെടാറുണ്ട്? അതിന് തെറ്റില്ല. പക്ഷേ കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യപ്പെടണം. പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടല്ല ആ കുഞ്ഞിൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ടത്. മനസ്സിലായോ പറയണത്? ആ കുഞ്ഞെന്തെങ്കിലും ചോദിച്ചാൽ അടിച്ച വാ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി പൊട്ടി, അല്ലേ? അത് തെറ്റാണ്. അത് നിങ്ങളുടെ ബ്രെയിനിൽ കോർട്ടിസോൾ ഡെവലപ്പ് ആവും, പെട്ടെന്ന് തന്നെ ആയുസറാച്ചാവും. ഇങ്ങനെ ആൾക്കാരടുത്ത് ദേഷ്യപ്പെട്ട് ഡിപ്രഷനായി കോർട്ടിസോൾ ക്രിയേറ്റായി നേരത്തെ തന്നെ തീരും. അതുകൊണ്ടാണ് സ്വാമിമാര് ശാന്തി, അല്ലേ? എന്തുകൊണ്ടാ സ്വാമിമാര് കൂടുതൽ ജീവിക്കണ കാര്യം എന്താ? ഒന്ന് പെണ്ണ് കെട്ട് കാണൂല, 2 ഗ്യാസിന് ബില്ലടയ്ക്കണ്ട, IT ജോലിക്ക് പോകണ്ട, ഒന്നും വേണ്ട, ഭഗവത്ഗീത പഠിക്കുക, ഭാഗവതം പഠിക്കുക, ശാന്തി. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സ് നമുക്ക് ഡിപ്രഷൻ മാത്രമല്ല മരണം വരെ സംഭവിക്കുവാനുള്ള എന്താ പറയുക, സൂയിസൈഡ്, അല്ലേ? സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൂയിസൈഡ് എങ്ങനെയാണ് ചെയ്യണം? സൂയിസൈഡ്
എന്താ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പാസീവ് അഗ്രസീവ് ബിഹേവിയർ. ഫസ്റ്റ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടില്ലേ, എണ്ണി എണ്ണി കണക്ക് ചോദിക്കും അല്ലേ? ചില സമയത്ത് സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യാറുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ ഒന്നും അറിഞ്ഞിടാത്ത കുട്ടിയെ കൂടെ കൊന്നുകളയും. അതെന്തിനാ? കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ കുട്ടി എന്തിനാ കൊല്ലണേ? അല്ല, ആ ഭാര്യയ്ക്ക് നന്നായിട്ടറിയാം ഇങ്ങോർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എൻ്റെ കുഞ്ഞിന് അങ്ങേർക്ക് ജീവനാണ്, അങ്ങനെ ഇപ്പം സൂഹിക്കേണ്ട നീ. ഇതൊരു പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ സൂയിസൈഡ് ഇങ്ങനെയാണ്. പാസീവ് അഗ്രസീവ്, PAB, പാസീവ് അഗ്രസീവ് ബിഹേവിയർ പ്ലസ് ഗിൽറ്റ്. ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാവും. പക്ഷെ പുരുഷനും സ്ത്രീക്കും ഡിഫറെൻ്റാണ്. സ്ത്രീക്ക് ഗിൽട്ട് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതുകൊണ്ടാണ് അവർക്ക് പുറമേ ഗിൽട്ട് ഉണ്ടാവുന്നത്, ആഭരണത്തിൻ്റെ ഗിൽട്ട്. റൈറ്റ്? ഇന്ന് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരാണോ ഒരു ഭർത്താവോ പറഞ്ഞിട്ട് എടി നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ ശരിയാണ് ചേട്ടാ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്, സ്ത്രീയെ കുറ്റം പറയണതല്ല. ആണുങ്ങളിൽ ആരെങ്കിലും സ്വന്തം ഭാര്യ ഞാൻ പറഞ്ഞാൽ തെറ്റാണെന്ന് അവൾ അംഗീകരിച്ചിട്ടുണ്ട്? കൈവെക്കാമോ ചുണയോടുകൂടി? ഇല്ല അല്ലേ? എടി നീ കാണിക്കുന്ന തെറ്റാണ്, അത് ഇങ്ങനെ ആയപ്പോ ഇങ്ങനെ വന്നാണെന്നേ പറയുവാണ്. കാരണം സ്ത്രീകൾ, കുട്ടികൾ ഇവരെല്ലാം സെയിമാണ്. ഒരു ഭർത്താവ് ആ രീതിയിൽ അവരെ കെയർ ചെയ്യണം, സ്വന്തം കുട്ടികളെ പോലെ കെയർ ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ കുഴപ്പമില്ല കേട്ടാ, പോട്ടെ ഇനി നീ ചെയ്യല്ല കേട്ടാ എന്നേ ഭർത്താവിന് പറയാൻ പറ്റൂ, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റൂല. ഇത് ആ സ്ത്രീയുടെ അമ്മയ്ക്കും അച്ഛനും ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കല്യാണം അഴിച്ചു വിടുന്നത് അല്ലേ? ഇപ്പം അമ്മയും അച്ഛനും ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ മക്കളുണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അപ്പോൾ ആൺകുട്ടി ഒന്ന് പറയും അമ്മ എനിക്ക് ഭയങ്കര തലവേദന, അയ്യോടാ മക്കളെ വാടാന്ന് പറഞ്ഞ് തടവിത്ത്. ഇനി അടുത്ത പെൺകുട്ടി വരും, അമ്മ ഭയങ്കര തലവേദന, എന്ത് പറയും? എന്ന് ഇവർക്ക് ഇത് തന്നെ അല്ലേ? അങ്ങനെ പറയാറില്ലേ? മോസ്റ്റ്ലി പറയാറുണ്ട്, ആണുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് ഒരു 20 വയസ്സിന് ശേഷമൊക്കെ ഈ സ്ത്രീയെ മാനേജ് ചെയ്യാൻ അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. അതിന് വേണ്ടിയാണ് ആര് വരുന്നത്? ഒരു ഭർത്താവെന്ന് പറയുന്ന ആൾ വരുന്നത്. കാരണം എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും ശരി കേട്ടാ ഇനി കാണിക്കല്ലേ എന്ന് പറഞ്ഞ് കുഴപ്പമില്ല അല്ലേ? സീരിയസ് ആയിട്ട് അച്ഛനും അമ്മേനെ എന്ത് ചെയ്യും? അവർ പഠിച്ചവണി പതിനെണ്ണോ അടിക്കും, ഇടിക്കും, വഴക്ക് പറയും, എല്ലാം പറഞ്ഞിട്ട് പോത്ത് പോലെ വളർന്നാൽ പിന്നെ സ്ത്രീകൾ അടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷന് വിവാഹം കഴിച്ചു കൊടുക്കും. അവളുടെ എന്ത് തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നെങ്കിലും ഒരു ദിവസം കുഴപ്പമാണെന്ന് പറഞ്ഞാ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ തളിയാണെ കല്യാണം കഴിച്ചിട്ടും അടുത്ത ദിവസം നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കാലിൻ്റെ തൃപ്പാദത്തിൻ്റെ അടിയിലിരിക്കണം, ഞാൻ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം, നിൽക്കുന്നു, എഴിക്കുന്നു, ഇരിക്കുന്നു. അതിനു വേണ്ടി ഒരു റിംഗ് മാസ്റ്റർ അല്ല ആക്ച്വലി ഭർത്താവ്. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയാം? തെറ്റ് സ്ത്രീക്ക് അറിഞ്ഞൂടെ? 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് അറിയാം തെറ്റ് ചെയ്താൽ എന്താ ഒളിച്ചോടി ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ്? തെറ്റ് ചെയ്തു എന്നല്ലേ? അപ്പം ഈ പോത്ത് പോലെ വളർന്ന സ്ത്രീകൾക്ക് അറിഞ്ഞൂടെ അവർ ചെയ്യുന്ന തെറ്റെന്താണ്? അപ്പം അതുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ തെറ്റിനെ തിരുത്താൻ വേണ്ടി അല്ല, മറിച്ച് ആ തെറ്റ് കാണുമ്പോൾ ഇനി അങ്ങനെ ചെയ്യല്ലേ കേട്ടാ, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, സ്നേഹമല്ലേ എന്ന് പറഞ്ഞ് നറുകയിൽ തടവി ജീവിതകാലം മൊത്തം കൊണ്ടുപോവുക. അത് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കുന്ന വ്യക്തികൾ ഇത് മാനേജ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കല്യാണത്തിന് ക്വാളിഫൈഡ് അല്ല എന്നാണ്. റൈറ്റ്? അപ്പോൾ സൊല്യൂഷൻ ടു ഓൾ ദ പ്രോബ്ലംസ് മൈൻഡ് മാനേജ്മെൻറ്റ്. സോ മൈൻഡിനെ, നമ്മളെ മനസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക സക്സസ്സിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ മാനേജ് ചെയ്യുക.
അപ്പോൾ അതിൽ നമുക്ക് മൈൻഡ് മാനേജ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വെറുതെ ഒരു ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഞാൻ ഈ മൈൻഡ് ആണോ എന്നറിയണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നറിയണം. രണ്ട്, മൈൻഡിൻ്റെ മെക്കാനിസം എന്താണെന്നറിയണം. മൂന്ന്, മെത്തേഡ് എന്താണെന്നറിയണം. നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം കിട്ടി, അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞാലല്ലേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ, അല്ലേ? എത്ര പേർക്ക് കാർ ഓടിച്ചിട്ടുണ്ട്? എത്ര പേര്? ഓക്കെ. അപ്പം കാറ് നമുക്ക് എങ്ങനെ ഓടിക്കണമെന്ന് ഒരാൾ പറഞ്ഞു തന്നു, ശരിയല്ലേ? നിങ്ങളുടെ കൈവശമുള്ള കാർ എങ്ങനെ ഓടിക്കണമെന്ന് പറഞ്ഞു തന്നു. നിങ്ങളുടെ കൈവശമുള്ള മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. വേറെ ആരും നമുക്ക് പറഞ്ഞു തന്നെ. ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ ഹോട്ട് ടോപ്പിക്കാണ് മൈൻഡും തോട്ടും. അപ്പം അത് നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഇത് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടുമാണ് നമ്മൾ പലപ്പോഴും നമുക്ക് സ്ലിപ്സ് ആൻഡ് ഫോൾ വരുന്നത്. ചിലപ്പോൾ തെന്നി വീഴാൻ തോന്നും, ചിലപ്പോൾ വീണ് പോകും. എത്ര പേര് വീഴാറുണ്ട്? ചിലർ വിചാരിക്കും ഞാനിങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലേ? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? പക്ഷെ എല്ലാം കഴിഞ്ഞ് ഒരു മൊബൈലോ അല്ലെങ്കിൽ കുബിംഗ് ഗ്ലാസ്സൊക്കെ പൊട്ടിയതിന് ശേഷമേ ഇത് ഫൈനലി ഈ റിയലൈസേഷനിലെത്തുള്ളൂ. എത്ര പേര് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കാറുണ്ട്? 1, 2. ഓക്കെ. മൊബൈലിന് വില ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കും, അല്ലേ? സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്കൊരു കാർ അറിയാം, പ്രവർത്തിപ്പിക്കുക എങ്ങനെയാണെന്ന് അറിയാം, അതിനുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് ഇതൊക്കെ പഠിച്ചാലും അറിയാം. പക്ഷെ മനസ്സിനെ കുറിച്ച് ഒരിടവും പറഞ്ഞു തരുന്നില്ല. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ നമുക്ക്? ഇല്ല. അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അവർക്ക് പറയാനുള്ളതേ നമ്മൾ കേട്ടിട്ടില്ല, പിന്നല്ലേ ഇനി മനസ്സിനെ കുറിച്ച് പറയണം, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, മെത്തേഡ്സ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇനി ഓടിച്ചു പോവാണ് കേട്ടോ. നമുക്ക് സമയം കുറച്ച് താമസിച്ചു വട നിന്നിട്ട്. നമ്മൾ ആരാണെന്നറിയണം, അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ്, ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? സിമ്പിൾ ആൻസർ തന്നാൽ മതി. അഡ്രസ് യുവർ സെൽഫ്. അഡ്രസ് യുവർ സെൽഫ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരല്ല ഞാൻ പറയാൻ പറഞ്ഞത്, അത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളിട്ട പേരാണ്. നിങ്ങളെ വീടിൽ നിങ്ങളൊരു പേരിടൂല്ലേ? നമുക്ക് നമ്മുടെ അഡ്രസ്സ് അറിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ആര് ചാടി വരണോ, ആരെപ്പോൾ പോകണോ, ഏത് കാറ് വാങ്ങിച്ചു, അല്ലേ? ദിലീപ് ആരെയാണ് അടുത്ത കല്യാണം കഴിക്കാൻ പോകുന്നത്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിനെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ വേൾഡിൽ ഏറ്റവും വലിയ ക്രൈസിസ് എന്താണ്? താൻ ആരാണെന്ന് തനിക്കറിയില്ല. ആകെ കൂടി പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പപ്പു പറഞ്ഞ പോലെ പറയും. എന്താണ്? ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ആ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും, അല്ലേ? ഇപ്പം ഇത് ഡോക്ടർ ഹാരി മോൺസൺ കണ്ടുപിടിച്ചു. നാം ആരാണ്? അദ്ദേഹം പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് വാട്ടർ. മനുഷ്യ ശരീരത്തിൽ മോസ്റ്റ്ലി വാട്ടർ ഉണ്ട്. 60 pound person. In a 60 pound person, there are about 5 pounds of calcium, phosphate, potassium, sulfur, iodine, magnesium, then iron, copper and iodine. അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ എല്ലാം കൂടെ എടുത്ത കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, വാട്ടർ കോണ്ടന്റ് ആൻഡ് അതർ സബ്സ്റ്റാൻസസ് 210 രൂപയ്ക്ക് ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ മോൺസൺ ഈ പറഞ്ഞ പ്രകാരം നാം ആരാണെന്ന് കണ്ടുപിടിച്ചു. അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 210 രൂപയാണ്. എ ബാഗ് ഓഫ് കെമിക്കൽസ്. ആണോ? അതാണോ നമ്മുടെ ഐഡൻറ്റിറ്റി? നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? ഈ കാർ എത്ര പേർക്ക് വേണം ഫ്യൂച്ചറിൽ? കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? വേണ്ട. ഇതേമാതിരി പുതിയൊരു കാർ, അതും വേണ്ട. നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല.
ഈ കാറ് ഏകദേശം ഒരു 10-60 ലക്ഷം രൂപ വരും അല്ലേ? നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കാറ് ബടാന്ന് വന്ന് ഒരു പോസ്റ്റിൽ ഇടിച്ച് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിലാണ് നമ്മൾ ഓടും അല്ലേ? ഒന്നീ ഓടും, അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് ലൈവിൽ വയ്ക്കും. പൊതുവെ മനുഷ്യപ്പറ്റുള്ളവരെന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തുള്ള ആളെ രക്ഷിച്ചെടുത്തോണ്ട് പോകും അല്ലേ? പക്ഷേ ഡോക്ടർ മോൻസൺ പറയണു അത് 210 രൂപയേ ഉള്ളൂ, മറ്റേത് 65 ലക്ഷം രൂപ. എന്തുകൊണ്ടാണ് 65 ലക്ഷം രൂപയ്ക്കുള്ള കാറിന് എടുത്തുകൊണ്ട് ഓടുന്നില്ല? വർക്ക്ഷോപ്പിന് അല്ലെങ്കിൽ ഈ 210 രൂപയുടെ കെമിക്കൽ ബാഗ് എടുത്തുകൊണ്ട് എന്തിനാ പോണേ? എന്തായിരിക്കും കാരണം? വളരെ രസകരമായ കാര്യമാണെന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും കാരണം? യെസ്, നമ്മൾ 65 ലക്ഷം രൂപയുടെ കാറാണെങ്കിലും അതിന് മേലെ വാല്യൂ ഈ ശരീരത്തിന് കൊടുക്കുന്നുണ്ട് അല്ലേ? അതാ 210 രൂപയുടെ കെമിക്കൽ കൊണ്ടുണ്ടായിട്ടാണോ? അല്ല, അതിനുപരിയായിട്ട് നമ്മുടെ ഐഡന്റിറ്റി പറയണു. നമ്മൾ ആരാണെന്ന് കൃഷ്ണൻ ഗീതയിലെ 7.4 പറയണു. ഭൂമിരാപ്പോ അനലോ വായു ഘം മനോ ബുദ്ധിർ ഏവച്ച അഹങ്കാർ ഇതിയം മേ ഭിന്ന പ്രകൃതിരഷ്ടത. നമ്മൾ ആരാണെന്ന് പറയാൻ വേണ്ടി കൃഷ്ണൻ പറയാണ്, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, all together these 8 constitute my separated material energies. കൃഷ്ണൻ എന്താ പറയണത്? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, മനസ്സ്. നമ്മൾ മനസ്സാണ് പഠിക്കാൻ പോകണം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്താണെന്ന് പറയണു? ഓൾ ടുഗദർ മൈ സെപ്പറേറ്റഡ് മെറ്റീരിയൽ എനർജീസ്. ഇതെല്ലാം മെറ്റീരിയൽ എനർജിയാണ്, എൻ്റെ എനർജി എന്നാ പറയണത് അല്ലേ? അപ്പം ഇതൊന്നും നമ്മളല്ല എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ചിലർ പറയും മനസ്സ് തന്നെയാണ് നമ്മൾ, ഇൻ്റലിജൻ്റ് തന്നെയാണ് നമ്മൾ അല്ലേ? കേട്ടിട്ടില്ലേ? മനസ്സെവിടെ ഇരിക്കുന്നത്? മനസ്സെവിടെ ഇരിക്കുന്നത്? അതാണ് നമ്മളിൽ എവിടെ ഇരിക്കുന്നത്? ബോഡിയിൽ എവിടെ ഇരിക്കുന്നത് മനസ്സ്? നമ്മൾ ബോഡിയിൽ എവിടെ ഇരിക്കുന്നത്? മനസ്സെവിടെ ഇരിക്കുന്നത്? നമ്മൾ തല ഇങ്ങനെ വെച്ചിട്ട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, തലയിൽ കൈവച്ചിട്ട് പറയോ? നമ്മൾ എവിടെ കൈവച്ചിട്ടാണ് പറയണേ? യെസ് അല്ലേ? ആത്മാനാം ഹൃദയ തിഷ്ഠതി അർജുന. നമ്മളെവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിലാണ്. ഇപ്പം ഇവിടെ പറയണു. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ മനസ്സുമല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഒന്നുമല്ല, അതിന് എബവ് ആണ്. ഇത് ബിലോ എനർജി, കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ എനർജിയാണെന്ന് കൃഷ്ണൻ പറയാണ്. നമ്മൾ വിശ്വസിക്കേണ്ടേ? വേറെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. പക്ഷെ ആരാ പറയണേ? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ പറയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വാട്ടർ, ഫയർ, എയർ, ഈത്തർ, സ്കൈ, ഇൻ്റലിജൻസ് ഒന്നുമല്ല, അതിനുപരി എന്തോ ആണ്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ശ്ലോകം പറഞ്ഞത്. സോ അതൊരു ഡയഗ്രാമിലിരിക്കുകയാണ്. ഗോഡ്സ് എനർജീസ്, ഇൻഫീരിയർ മെറ്റീരിയൽ എനർജി, എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ. അത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഗ്രോസ് ആണ്. പക്ഷേ സട്ടിൽ എലമെൻറ്റ്, സൂക്ഷ്മമാണ്. മൈൻഡ്, ഇൻ്റലിജൻസ്, ഫോൾസ് ഈഗോ, ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മുടെ മനസ്സിരിക്കുന്നത് എവിടെയാണ്? ബ്രെയിൻ. ഓക്കെ, മിഡ് ബ്രെയിൻ. നമ്മളിനി പറയും നമുക്ക് 2 ശരീരമുണ്ട്, കണ്ടില്ലേ? 2 ശരീരം. ഒന്ന് ഗ്രോസ് ബോഡി, അതിന് മുൻപേ സട്ടിൽ ബോഡി, അതിൻ്റെ ഏറ്റവും പുറകിൽ ആത്മാ. ഇപ്പം സട്ടിൽ ബോഡി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഇൻ്റലിജൻ്റ്, ഫാൾസ് ഈഗോ, ഈ 3 കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് ഈസ് ഇൻവിസിബിൾ, നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ മേലെയാണ് ഗ്രോസ് ബോഡി, നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഗ്രോസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥൂല ശരീരം. അത് എന്തുകൊണ്ട് നിർമ്മിതമാണ്? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും അങ്ങറ്റം നിൽക്കുന്ന ആത്മാവിന് ആ സട്ടിൽ ബോഡിയിലുള്ള മൈൻഡ്. അപ്പം എനിക്ക് മനസ്സിലാവും, ഞാൻ മനോഹർ ഗൗര
എന്ന ആത്മാവിന് ആ ആത്മാവിൽ ആത്മാവിന് വേണ്ടുന്ന സംവേദിക്കാനും വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ഭൗതികമായ എനർജിയിലെ മനസ്സ്. ഈ മനസ്സിനെ ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ഒരാൾ സബോർഡിനേറ്റ് ആയിട്ട് നിന്നാലേ ഇനി ഒരാളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് വി ആർ നോട്ട് ഹ്യൂമൻ ബീയിങ് വിത്ത് ഹാവിങ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ല, അല്ലേ? നമ്മളെല്ലാം സ്പിരിച്വൽ ബീയിങ് ആണ്, ഹാവിങ് എ ഹ്യൂമൻ എക്സ്പീരിയൻസ്. നമുക്ക് ഈ ജന്മത്തിൽ ഹ്യൂമൻ ബോഡിയാണ് കിട്ടിയത്. അടുത്ത ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന പാപം എന്താണെന്ന് അറിയില്ല, അതിനനുസരിച്ചായിട്ട് ഒരു ജന്മം കിട്ടുന്നത്, അല്ലേ? നിങ്ങളുടെ കയ്യിലെ പോക്കറ്റിൽ എത്ര കാശുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ പോത്തീസിലോ ജയലക്ഷ്മിയിലോ പോകുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ചെയ്ത ആക്ഷൻ്റെ അക്കൗണ്ട് അനുസരിച്ചായിരിക്കും അടുത്ത ജന്മത്തിൽ ഏത് ഇതാണ് ഡിസിഷൻ, അല്ലെങ്കിൽ ഏത് ജന്മമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കർമ്മമാണ്, അല്ലേ? കർമ്മം ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഡൈവേഴ്സിറ്റി. എല്ലാം ആണെന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വിഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആണ്? പെണ്ണ്, ചെന്തു വിഭാഗങ്ങൾ, കയറ്റം, ഇറക്കം, അല്ലേ? എന്താ ഡൈവേഴ്സ്? ഇത്രയും വൈവിധ്യം വന്നത് എങ്ങനെയാണ്? ഞാൻ വെളുപ്പ്, നിങ്ങൾ കറുപ്പ്, ഇതൊക്കെ എങ്ങനെയാ വന്ന്? ഒരാൾ കറുത്തിരിക്കുന്നു, ഒരാൾ വെറുത്തിരിക്കുന്നു, ഒരാൾ കറുത്തും വെളുത്തും ഇരിക്കുന്നു. ഇതാരാ പെയിന്റ് അടിച്ചു വിടുന്നതാണോ? ഇതെല്ലാം നമ്മൾ ഏറ്റുപിടിക്കുന്നതാണ്. ഓൾ അവർ കർമ്മ. ഇപ്പം നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത ജന്മത്തിൽ ഇതായിട്ട്. ചിലർ പണക്കാരാവുന്നു, ചിലർ പാവപ്പെട്ടവരാവുന്നു. അംബാനിക്ക് കണ്ടില്ലേ? അംബാനി എല്ലാവരും അംബാനിയാവോ? ഇല്ല. എന്നാൽ അംബാനിയുടെ മകൻ കണ്ടോ, ഇത്രയും കാശുണ്ടായിട്ടും ഒരു ഫ്ലെക്സിബിളായിട്ടൊരു ബോഡി അദ്ദേഹത്തിനുണ്ടോ? ഇതൊക്കെ ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ദൈവം. എന്നാൽ പിന്നെ അംബാനിയുടെ മോനെ നീ ഇങ്ങനെ ആയി പോട്ടെ എന്ന് ശപിക്കുന്നതാണോ? അല്ല. ഓരോ ആത്മാവും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുന്നു? വിതയ്ക്കുന്നതേ കൊയ്യൂ. ജീസസ് വിതയ്ക്കുന്നതേ കൊയ്യൂ, അങ്ങനെ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ശരീരം കിട്ടി. ഞാൻ ഈ ശരീരസ്ഥനായ ആത്മാവാണ് നമ്മൾ, ഞാൻ ഈ ശരീരമല്ല. ഐ ആം ഇൻ ദിസ് ബോഡി എന്ന് സെപ്പറേറ്റ് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അവർക്ക് അവരുടെ മനസ്സിനെ പൂർണ്ണമായും. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാണ് ഗെറ്റപ്പ്, യു ആർ എ റാസ്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കും. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് വേദനിക്കില്ല. ഞാൻ എന്താ ചിന്തിക്കുന്നത്? ഐ ആം നോട്ട് എ റാസ്കൽ. ഞാൻ റാസ്കൽ എന്ന് പറയുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതേസമയം വളരെ ഉള്ള ദേഷ്യമാണ്, മനസ്സിൻ്റെ അടിമയാണ് ഒരു വ്യക്തിയുടെ പറയുന്നത് യു ആർ എ റാസ്കൽ. പറഞ്ഞാൽ എന്ത് പറയും? നീ റാസ്കൽ, നിന്റെ അപ്പൂപ്പ റാസ്കൽ, നിന്റെ അമ്മൂമ്മ റാസ്കൽ, നിന്റെ കുടുംബത്തിലെ എല്ലാ റാസ്കലും, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണോ പറഞ്ഞത് അത് ഹോൾ ഹേർട്ടഡ്ലി അക്സെപ്റ്റ് ചെയ്തു, അല്ലേ? അത്ര തന്നെ. അപ്പം ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലി സ്ഥലത്ത് എല്ലാം നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? ചില സമയത്ത് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അറിയാത്ത കാര്യത്തിൽ നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും മൂലം ചെന്നിരുന്ന് ഒരേ കരച്ചിലായിരിക്കും, അല്ലേ? എത്ര പേരങ്ങനെ കരഞ്ഞിട്ടുണ്ട്? കരയാറുണ്ട്. ഈ കരയാനുള്ള കാരണങ്ങൾ എന്താ? ഒന്ന്, ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ചു, എന്നെ പറഞ്ഞു. ഇനി ദേഷ്യപ്പെടുന്ന ആളെന്താ ചെയ്യുക? അത് വീട്ടിൽ ആരെടുത്തും അടികൂടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓൾ ബിക്കോസ് ഓഫ് മൈൻഡ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷ. ഇത് എപ്പോഴും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. നമ്മൾ വന്നിട്ട് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ആത്മാവാണ്, സ്പിരിച്വൽ ബീയിങ് ആണ്, ഹാവിങ് എ ഹ്യൂമൻ എക്സ്പീരിയൻസ്. സോ ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം നാം ആരാണെന്ന്. എൻ്റെ തല, എൻ്റെ ഹാൻഡ്, എൻ്റെ ലെഗ്, എൻ്റെ ബോഡി, അല്ലേ? എല്ലാവരും കൈ ഉയർത്തിയേ. ഇപ്പം മനസ്സിലാകാം. തലയിൽ കൈ വെച്ചേ. അത് ആരുടെ തലയാണ്? അപ്പുറത്തെ വീട്ടിലെ ശശിയുടെ തലയല്ലല്ലോ, അല്ല. മൂക്കിൽ കൈ വെച്ചേ. ആരുടെ മൂക്കാണ്? ശരീരത്ത് കൈ വെച്ചേ. അത് ആരുടെ ശരീരമാണ്? അപ്പം നിങ്ങളാരാണ്? ഞാനെന്ന ആത്മാവാണ്, അല്ലേ?
എൻ്റെ ശരീരം എന്നാണ്. പക്ഷെ ഈ ശരീരം ഞാനല്ല. ആ വേർതിരിവ് നമുക്ക് മനസ്സിലാവണം. എൻ്റെ ശരീരത്തിനാണ് ഈ പ്രശ്നം വരുന്നത്, എനിക്കല്ല. എൻ്റെ ശരീരത്തിനാണ് ഇയാള് മോശം പറഞ്ഞത്, എനിക്കല്ല. ഇപ്പം മണികണ്ഠൻ എൻ്റെ അടുത്ത് പറഞ്ഞു വരുമ്പോൾ, അണ്ണാ ചേട്ടന് കുറച്ച് വയറ് കൂടുതലാണ്, ആൾക്കാർ കളിയാക്കൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കളിയാക്കട്ടെടാ, അവനെൻ്റെ ശരീരത്തിനെ കുറിച്ചല്ലേ പറയണം, എന്നെക്കുറിച്ചല്ലല്ലോ പറയണം, അല്ലേ? തീർന്നു. നമുക്ക് വേദന വരില്ല. അതേ സമയം വേദന വരുമെങ്കിൽ എപ്പോഴേ ഞാൻ പോയി 6 പാക്ക് ആക്കിയാണ്, അല്ലേ? ശരിയല്ലേ? അതാണ്. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് വയ്യ കിടന്ന് എക്സസൈസൊക്കെ ചെയ്യാനൊക്കെ, അല്ലേ? അപ്പോൾ ഒരാൾ നമ്മളെ വഴക്ക് പറയുന്നുവെങ്കിൽ നമുക്ക് 2 രീതിയിലെടുക്കാം. നമുക്ക് കൂളാവാൻ പറ്റും. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ ഈ ടിപ്പ് നിങ്ങളുടെ ലൈഫിൽ നോക്കി നോക്ക്. ഇപ്പൊ കൃഷ്ണൻ ഗീതയിൽ അടുത്ത പറയാണ് 15.7 മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ദ ലിവിങ് എൻറ്റിറ്റീസ് ഇൻ ദിസ് കണ്ടീഷൻഡ് വേൾഡ്. നമ്മളെ പരിചയപ്പെടുത്തി. നമ്മൾ ആരാണ്? ആത്മാവാണ്, അല്ലേ? ആ ആത്മാവിനെ കുറിച്ച് കൃഷ്ണൻ പറയാണ്, ഹേ അർജുന, ആത്മാവ് ഈ ഭൗതിക ലോകത്തിൽ ഉള്ള എല്ലാ പേരും എൻ്റെ പാർട്ടാണ്. ഇപ്പൊ ഈശ്വരനായിട്ട് നമുക്ക് ബന്ധം വന്നോ? ഇത് കൃഷ്ണനാണ് പറയണത്, ശിവൻ പറയുന്നില്ല, ഏതെങ്കിലും ദേവി പറയുന്നില്ല, മുരുകൻ പറയുന്നില്ല, ഗണപതി പറയുന്നില്ല. പക്ഷെ ഇത് പറയുന്ന ആരാണ്? ആരാ പറയണേ? കൃഷ്ണനാണ് പറയണത്. മമൈവ അംശോ, നമ്മളെല്ലാം കൃഷ്ണന്റെ അംശം എന്നാണ്. അപ്പൊ വിശ്വസിച്ചല്ലേ പറ്റുമോ? അല്ലേ? വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ കൃഷ്ണൻ പറയുന്നു മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, സനാതനമായിട്ടുള്ള ആത്മാവല്ല എൻ്റെ അംശമാണ്, എൻ്റെ അംശമാണ്. അപ്പൊ നമുക്ക് ഈശ്വരനായിട്ട് ബന്ധമായി. അതാണ് നാമ ഈശ്വരൻ തമ്മിലുള്ള ബന്ധം. നമ്മൾ ആരാണ്? ആത്മാവാണ്. നാമ ഈശ്വരൻ തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്. തീർന്നില്ലേ? ഇനി ദൈവമായിട്ട് കണക്ട് ആവാമല്ലോ. നമ്മൾ ഈശ്വരനുമായിട്ട് അല്ലാത്തവരിടത്തേ നമ്മൾ ഫേസ്ബുക്ക് ട്വിറ്റർ വെച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലേ? എന്നാൽ പിന്നെ ഈശ്വരനുമായിട്ട് ഒരു രക്തബന്ധം ഉണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഓരോ ജന്മത്തിലും ഓരോ ജന്മം കിട്ടുമെങ്കിലും ആ ജന്മത്തിലൊക്കെ ശാശ്വതമായിട്ട് നമുക്ക് ഈശ്വരനുണ്ട്, ആ ബന്ധമുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ബന്ധം ആരാണ്? അതുകൊണ്ടാണ് പാട്ട് തൂ ഹി മാതാ തൂ ഹി പിതാ ഹേ, നീയാണ് എൻ്റെ എല്ലാം. കൃഷ്ണ തുമി സർവേശ്വരേശ്വര, യു ആർ എവ്രിതിങ് ടു മീ. കാരണം ഓരോ ജന്മത്തിലും ഭാര്യ, അച്ഛൻ, അമ്മ, കുട്ടികളെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഏത് ജന്മത്തിലും ഈശ്വരൻ നമുക്ക് ഒന്നേ ഉള്ളൂ, ഒരിക്കലും ചേഞ്ച് ആവില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അഹം ബീജപ്രദപിത, ഐ ആം ദ സീഡ് ഗിവിംഗ് ഫാദർ ഓഫ് എവ്രി വൺ. ഞാനാണ് എല്ലാവരുടെയും ബീജദാതാവ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? അച്ഛൻ, പിതാവ് ഭഗവാനാണെന്ന് കൃഷ്ണനെ പറയും. വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് പറയാൻ പറ്റുമോ ഈ കാണുന്ന എല്ലാ കുട്ടികളും ഞാനാണ് ബീജദാതാവെന്ന്? അടിയപ്പം പാഴ്സൽ കിട്ടും, അല്ലേ, ഭാര്യയിൽ നിന്ന്. പക്ഷെ കൃഷ്ണൻ എന്താ പറയണേ? ഐ ആം ദ സീഡ് ഗിവിംഗ് ഫാദർ ഓഫ് എവ്രി വൺ. ഞാൻ എല്ലാവരുടെയും ബീജദാതാവാണ്. അത്തരത്തിൽ ഈശ്വരനായ വിഷ്ണു കൃഷ്ണനാണ് നമ്മുടെ പിതാവ്. അപ്പൊ പിതാവുമായിട്ട് കുഞ്ഞിന് ബന്ധമുണ്ട്. ഇതാണ് ശാശ്വത ബന്ധം. പക്ഷേ ഡ്യൂ ടു കണ്ടീഷൻഡ് ലൈഫ്, ഈ ബദ്ധമായ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ച് ജീവിതം നയിക്കുന്നത് കൊണ്ട് ദേ ആർ സ്ട്രഗിളിങ് വെരി ഹാർഡ്. അവർ സ്ട്രഗിൾ ചെയ്യാണ് വിത്ത് 6 സെൻസസ്. ഈ ഇന്ദ്രിയങ്ങളുമായിട്ട് കഷ്ടപ്പെടുകയാണ്. വിച്ച് ഇൻക്ലൂഡ് ദ മൈൻഡ്, മനസ്സുൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് കർഷതി. കർഷണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കഷ്ടപ്പെടുകയാണെന്നാണ്, റൈറ്റ്? ബിക്കോസ് ഓഫ് മൈൻഡ്, ഇൻക്ലൂഡിങ് ദ മൈൻഡ്, അല്ലേ? മൈൻഡ് ഓൾറെഡി കൃഷ്ണൻ തന്നെ പറഞ്ഞു, 2 ഇടത്ത് പറയുകയാണ് ഇപ്പോൾ. സോ ഇതിനടുത്ത് നമുക്ക് ഇപ്പം നമ്മൾ ആരാണെന്ന് പഠിച്ചു, ഈശ്വരനും നമ്മൾ തമ്മിലുള്ള ബന്ധവും പഠിച്ചു, മനസ്സ് നമ്മളല്ല എന്നും പഠിച്ചു, അല്ലേ? നമ്മുടേതാണ് മനസ്സ്, അല്ലേ? എൻ്റെ മനസ്സ് എല്ലാം എൻ്റേതാണ്. പക്ഷെ ഞാൻ ഈ മനസ്സല്ല,
ഓക്കെ. അടുത്ത മൈൻഡിൻ്റെ ഫങ്ഷൻ എന്താ? തിങ്കിങ്, ഇനി തീരാറായി കേട്ടോ, വളരെ ശ്രദ്ധിച്ച്, ഇത് കോറാണ്. മൈൻഡിൻ്റെ ഫങ്ഷൻ എന്താണ്? തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്. മനസ്സെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെയോ ഫീലിംഗ്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനു മുമ്പേ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു കുടിയൻ ചിന്തിക്കുകയാണ്, എനിക്ക് വെള്ളം അടിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ഉള്ളിൽ ഫീൽ ചെയ്യുകയാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നടത്താം അല്ലേ, തല ഉയർത്തി സംസാരിക്കാം അല്ലെ, തല ഉയർത്തി നടക്കാം. അതാണ് ഫീലിംഗ്. അടുത്ത എന്താ? ദാറ്റ് വിൽ ലീഡ്സ് ടു വില്ലിങ്. അത് കിട്ടാനുള്ള അഭിവാജ്ഞ ഉണ്ടാവും. ആ വില്ലിങ് അടുത്ത എന്താവും? റിയാലിറ്റി, വാസ്തവത്തിലേക്ക് വരും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്: തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ് അല്ലേ? കഴിക്കണമെന്ന് തോന്നും, അതാണ് തിങ്കിങ്. എന്തുകൊണ്ട് തിങ്ക് ചെയ്യുന്നു? പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. ഓ, ഇന്നലെ വന്നിട്ട് വെണ്ടക്ക മെഴുക്ക് പുരട്ടി, വെരി നൈസ്, ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ. വില്ലിങ് അല്ലേ? ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. ഇനി അടുത്ത് നമുക്ക് മൈൻഡിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത ഇൻ്റലിജൻ്റ് എന്താണെന്ന് പഠിക്കാം. ബുദ്ധി. ഇന്ദ്രിയാണി പരാണ്യാഹൂർ ഇന്ദ്രിയേഭ്യ പരം മന മനസ്സസ്തു പരാബുദ്ധിർ യോ ബുദ്ധേ പരസ്തു സഹ. ഇവിടെ പറയുന്നത് ദ വർക്കിംഗ് സെൻസസ് ആർ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. മൈൻഡ് ഈസ് ഹയർ ദാൻ ദ സെൻസസ്. ഇൻ്റലിജൻ്റ് ഈസ് ഹയർ ദാൻ ദ മൈൻഡ് ആൻഡ് ദ സോൾ ഈസ് ഈവൻ ഹയർ. ഇപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയ ആരാരെ കൺട്രോൾ? എപ്പോഴും താഴെയുള്ള ഒന്നിനെ മേലെയുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സെയിം ലെവലിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിപ്പോ? വേലക്കാരി നമ്മളെ മാസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ആയിപ്പോ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക. എന്താണ് ദ വർക്കിംഗ് സെൻസസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഇന്ദ്രിയങ്ങൾക്ക് മേലെയാണ് ഡൾ മാറ്റർ. അപ്പോൾ കണ്ണെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, കാണുന്നത് ഒരു മാറ്ററാണ്. അപ്പോൾ കാണുന്നത് വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ ഇന്ദ്രിയം വിചാരിച്ചാൽ മതി, കണ്ണടച്ചാൽ മതി. അപ്പോൾ കണ്ണടയ്ക്കാൻ പറ്റും, കാണാതിരിക്കാൻ. ഓക്കെ. എന്തുകൊണ്ട്? ആ മാറ്ററിനെക്കാളും ഉപരിയായതുകൊണ്ടാണ് കണ്ണ്. ഓക്കെ. ഇനി കണ്ണെന്ന് പറയുന്ന അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെക്കാട്ടും മേലെയാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പം മനസ്സുപയോഗിച്ച് എന്ത് ചെയ്യാം? അവിടുന്ന് ഒരു യുവതി വരുന്നു, മനസ്സ് പറഞ്ഞു, അയ്യോ യുവതി വെട്ടി കൊല്ലും, കണ്ണടച്ച് കളയടാന്ന് പറയും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. അപ്പം മനസ്സ് ഇന്ദ്രിയങ്ങളെ കാട്ടി മേലെ ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ രീതി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്തൊക്കെ നടന്നതന്നെ ഇവിടെ അല്ലേ? നമുക്ക് മെക്കാനിസം അറിയാതെ തന്നെ യുവപുരുഷന്മാർ ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? പുരുഷനോ ആരോ അവരുടെ കണ്ണുകൾ നിയന്ത്രിക്കാറില്ലേ? അങ്ങോട്ട് പോകണം, പക്ഷെ അങ്ങോട്ട് പോകാൻ പാടില്ല. എന്തുകൊണ്ടാ? മനസ്സ് നിയന്ത്രിക്കുകയാണ്. മനസ്സിന് താഴെയാണ് അപ്പോൾ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സ് നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ ഒന്ന് മനസ്സ്, ആ മനസ്സിനെ കൊണ്ട് തന്നെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അടുത്ത നിയന്ത്രിക്കണമെങ്കിൽ ഇപ്പം വൃത്തികെട്ട കാഴ്ചയെ നമ്മൾ നിയന്ത്രിച്ചു, എങ്ങനെയാ? ഇന്ദ്രിയങ്ങൾ കൊണ്ട്. ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു, എങ്ങനെയാ? മനസ്സുകൊണ്ട്. അപ്പോൾ ഈ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും? അതാണ് അടുത്ത പറയുന്നത്. എന്താണ്? ഇൻ്റലിജൻസ്, ബുദ്ധി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിനെക്കാട്ടി ഹയറാണ് ബുദ്ധി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 8 എനർജിയിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതിൽ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഇൻ്റലിജൻ്റ് വേണം എന്നാ പറയണത്. നമുക്ക് മെക്കാനിസം ഓഫ് ദ മൈൻഡ് പഠിക്കാം. ഇതെല്ലാവരും ശ്രദ്ധിച്ചു നോക്കേ. ഈ കാണുന്നത് സെൻസസ്: ഐസ്, നോസ്, ടങ്, ഇയർ, സ്കിൻ. ഓക്കെ. ഇനി അടുത്തത് മൈൻഡ്. മൈൻഡിൽ എന്തൊക്കെയാണ്? സ്റ്റോർ ഹൗസ് ഓഫ് തോട്ട്സ്, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ആൻഡ് പ്രീവിയസ് എക്സ്പീരിയൻസ്. അതാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മേലെ നിൽക്കുന്നതുണ്ടോ? സോൾ, ആത്മ, ഡിസിഷൻ മേക്കർ. ഓക്കെ. നമുക്ക് പ്രശ്നം പറ്റിയത് ഇപ്പം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്. ഇതാണ് ഇൻ്റലിജൻസ് ആണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പം മനസ്സിനെ ഗൈഡ് ചെയ്യുന്നത് ഇൻ്റലിജൻ്റ് ആണ്, റൈറ്റ്? അപ്പോൾ
ഈ ആത്മാവിന് അറിവില്ല, ചിലപ്പോൾ അറിയും. അപ്പോൾ അറിവില്ലാത്തയുള്ള ആത്മാവ് തെറ്റായ രീതിയിൽ ഇൻ്റലിജൻറ്റിനോട് അസോസിയേഷൻ കൊടുക്കും. ഇൻ്റലിജൻ്റ് ആ രീതിയിൽ മനസ്സിന് ഗൈഡ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു സ്കൂളിലാണെന്ന് വിചാരിക്കുക, എനിക്ക് 11:30 ഫസ്റ്റ് ഷോ കാണാൻ പോകണം. ഓക്കെ, എൻ്റെ മനസ്സിൽ വന്നു തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആത്മാവാണ് ഡിസിഷൻ മേക്കർ. ഓക്കെ, അത് കഴിഞ്ഞ് ആത്മാവ് ഇൻ്റലിജൻറ്റുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ആ ഇൻ്റലിജൻറ്റ് അടുത്ത ശ്ലോകത്തിൽ പറയണു, വെൻ യുവർ ഇൻ്റലിജൻസ് യഥാതേ മോഹകലിലം ബുദ്ധിർവ്യതി തരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. വെൻ യുവർ ഇൻ്റലിജൻസ് ഹാസ് പാസ്ഡ് ഔട്ട് ഓഫ് ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് delusion, you shall become indifferent to all that has been heard and all that is to be heard. നിന്റെ ബുദ്ധി വ്യാമോഹമാകുന്ന കൊടുങ്കാട് പിന്നിട്ടാൽ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനനായി തീരും, അല്ലേ എന്നാ പറയണത്. അപ്പോൾ ഈ ഇൻ്റലിജൻ്റ് ഉദാസീനനാവുമ്പോൾ എന്ത് ചെയ്യും? മൈൻഡിനെ ആ രീതിയിൽ ഗൈഡ് ചെയ്തുകൊണ്ട് പോകും. ഒരു ദേഷ്യം വന്നാലും, ഒരു വിശപ്പ് വന്നാലും, ഒരു കാമം, ക്രോധം, മതം, മാത്സര്യം, അസൂയ, കുശുമ്പ്, ഏഷണി, പരദൂഷണം തൊട്ട് എല്ലാം ഇങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്. അസൂയ, എത്ര പേർക്ക് അസൂയുണ്ട് ഇവിടെ? ആർക്കും ഇല്ലാത്ത നല്ല കുട്ടികൾ. എന്താ ഈ അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് അസൂയ? ഒരാൾക്ക് ആ ഒരു കാര്യത്തിന് അർഹതയുള്ളവരാണ്. ഓക്കെ, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അവർക്ക് കൊടുക്കണ്ട, വേറെ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, അവർക്ക് ഞാൻ സമ്മതിക്കില്ല. അതാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയ ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്? ഒന്നുമില്ല, ഇത് കാണുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്, ഉള്ളിലൊരു ഹോളുണ്ടാവും നമുക്ക്. അപ്പോഴേ മനസ്സിലാക്കിയോ എന്താണ് എനിക്ക് അസൂയാണത്, അല്ലേ? ഒരു അസഹിഷ്ണുത നമുക്കുണ്ടാവും, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് അസൂയ. കൃഷ്ണൻ ഇത് എടുത്തു പറയാൻ കാരണം ഈ അനസൂയവേ അർജുനൻ്റെ അടുത്ത് പറയാം, നിനക്ക് അസൂയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നെ. മനസ്സിലാവുന്നുണ്ടോ? സോ അസൂയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ഉത്കർഷത്തിൽ നമ്മൾ സന്തോഷപ്പെടണം. പക്ഷെ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ 10 പേര് കുഴി വെട്ടും, 5 പേര് ടെൻഷൻ അടിച്ചിരിക്കും. അതിപ്പോൾ നമ്മളെ കണ്ട ആരും പോലും ആയിരിക്കില്ല, അല്ലേ? നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇത് ഓൾ ബിക്കോസ് ഓഫ് മൈൻഡ്, റൈറ്റ്? സോ ഇപ്പം ഈ ഒരു ഇതിനനുസരിച്ചാണ് ഈ ആത്മാവ് ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എടുക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അത് കുഴിയിലേക്ക് കൊണ്ടുപോകും. അതിനനുസരിച്ചായിരിക്കും ഇൻ്റലിജൻ്റ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റലിജൻ്റ് അതിനനുസരിച്ചായിരിക്കും ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻ്റലിജൻ്റ് അടുത്ത് ഈ ശ്ലോകം പറഞ്ഞത് എന്താണ്? യഥാതേ മോഹകൽ. നിന്റെ ഇൻ്റലിജൻസ്, നിന്റെ ബുദ്ധി വ്യാമോഹമാകുന്ന കൊടുങ്കാട് പിന്നീട്. വ്യാമോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആത്മാവല്ല ശരീരമാണെന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ നീ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും ഉദാസീനനായിത്തീരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ, എത്രയൊക്കെ ഉപദേശിച്ചാൽ കേട്ടില്ലേ, എടാ നിന്നെ എത്ര വായിച്ചിട്ട് നീ എന്താ നന്നാത്തെ, എത്ര പേര് കേട്ടിട്ടുണ്ട്? എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കുട്ടിക്കാലത്ത്. എന്താ കാര്യം? എനിക്ക് വ്യാമോഹമാണ്, ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. അത് തന്നെയാണ് കാര്യം. കേട്ടതിനെക്കുറിച്ച് ഉപദേശമൊക്കെ പിന്നെ വെള്ളത്തിലാണ്, റൈറ്റ്? അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ സോൾ, ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവ് അറിവുള്ളവനാവുകയും ആത്മാവ് ആരാണെന്ന് മനസ്സിലാക്കുകയും ആത്മാവ് നല്ല രീതിയിൽ ആഗ്രഹിക്കുകയും ചെയ്യണം. അതിനനുസരിച്ച് ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. മെത്തേഡ്സ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റിൽ നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന്. ഫിസിക്കൽ മെത്തേഡ്, മെൻ്റൽ മെത്തേഡ്, സ്പിരിച്വൽ മെത്തേഡ്. ഈ ഫിസിക്കൽ മെത്തേഡിലും മെൻ്റൽ മെത്തേഡിലും റിലീജിയസ് മെത്തേഡും കൂടെ മിക്സ് ആയിട്ടുണ്ട്.
പക്ഷെ സ്പിരിച്വൽ മെത്തേഡാണ് ഞാൻ പറഞ്ഞ രീതി. എന്താണ്? ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുകയും പരമാത്മാവുമായിട്ട് കണക്റ്റഡ് ആവുകയും ഒക്കെ സ്പിരിച്വൽ മെത്തേഡിലാണ് വരുന്നത്. റൈറ്റ്? നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫിസിക്കൽ മെത്തേഡ്, യോഗാസനം, എക്സസൈസ്, ഇതൊക്കെ റിലീജിയസ് മെത്തേഡും കൂടെയാണ്, അതിൽ മിക്സഡാണ്. പ്രാണായാമ, ഡയറ്റ്, സെലിബസി, ഫാസ്റ്റിംഗ്, സൈലൻസ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഇങ്ങനെ പലരും ട്രൈ ചെയ്യുന്ന ഇങ്ങനെയാണ് മനസ്സിനെ മാനേജ് ചെയ്യാനായിട്ട്. ഇത് ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നേ പറ്റും, ഒരു പരിധിവരെ. പക്ഷേ ഇതൊക്കെ ഒരു ടെമ്പററി സൊല്യൂഷനാണ്. വിശ്വാമിത്രൻ 60,000 വർഷം തപസ് ചെയ്തു. പക്ഷെ അടുത്ത ആര് വന്നു? DJ-യും കൊണ്ട്. ആരാ വന്ന്? മേനക വന്ന് ആ പാട്ടിൽ അദ്ദേഹം ഡാൻസ് കളിച്ച് കണ്ണു തുറന്ന് ഒരു കുട്ടിയുമായി, അല്ലേ? 60,000 വർഷം തപസ്. സോ ദിസ് ഇസ് ഓൾ മെറ്റീരിയൽ സൊല്യൂഷൻ. ഒരു പരിധി വരെ പറ്റും. സൗഭര്യ മുനി എന്നും പറഞ്ഞൊരു മുനി ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷം തപസ് ചെയ്തു. പുറത്തിരുന്ന പ്രശ്നമാണെന്ന് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വെള്ളത്തിനടിയിൽ ഇറങ്ങി തപസ് ചെയ്തു. മൊത്തം ബ്ലോക്ക് ചെയ്തു, ശരീരം മൊത്തം ഇതെല്ലാം ആസനത്തിലിരുന്ന്. 60,000 വർഷം എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു മീന് മറ്റൊരു മീനിനെ കിസ് ചെയ്യുന്നു. ജസ്റ്റ് രണ്ടുപേരും കൂടെ, നമ്മൾ കണ്ടിട്ടില്ല, ഒരു മീന് രണ്ട് മീൻ ഇങ്ങനെ ചുണ്ടിങ്ങനെ ടച്ച് ചെയ്യുന്നത്. ഇത് കണ്ടുടനെ മേലെ പോയിട്ട് 60,000 പെണ്ണുങ്ങളെ കൊണ്ടുവന്ന്, പിന്നെ പറയേണ്ട അവസ്ഥ അറിയണ്ടല്ലോ, അവിടെ കിടന്ന് കേളിയായിരുന്നു. അങ്ങേരുടെ തപസ്സും പോയി, എല്ലാം പോയി. റൈറ്റ്? അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയ്ക്കും ഞരമ്പ് രോഗിയാണോ? ആര്? ആണുങ്ങൾ. ഒരിക്കലുമല്ല. അവരാണെന്ന് പറയുന്നെങ്കിൽ ഈ ഇമോഷൻസ് ഉണ്ടാവണം. പക്ഷേ നല്ലൊരാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ അവൻ നിയന്ത്രിക്കണം, ആക്ഷൻ പ്ലാനിലേക്ക് പോകരുത്. ഇപ്പോൾ എനിക്കൊരു യുവതിയെ കാണുമ്പോൾ ഹൈ വളരെ നന്നായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ആക്ഷനിലേക്ക് പോകാൻ പാടില്ല. അപ്പോഴാണ് ആൺകുട്ടിയാവുന്നത്. ആക്ഷനിലേക്ക് പോകുമ്പോൾ നിയന്ത്രിക്കാതെ കൺട്രോൾ തെറ്റിപ്പോയി എന്നർത്ഥം. ഓക്കെ, അങ്ങനെ വന്നില്ലെങ്കിൽ അവൻ ആണല്ലെന്നാണ്. ഗോട്ട് ദ പോയിന്റ്. ഈ വികാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ അവരെന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഉടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് ആണുങ്ങൾ ഞരമ്പ് രോഗികളല്ല, അങ്ങനെ ചിന്തിക്കാറില്ല. അതൊരു ആണ് ആവുന്നത് കൊണ്ട് അത് ഒരു കുഴപ്പമില്ലാതെ ഈ ഇമോഷൻസൊക്കെ വരും. പക്ഷെ ആ ആണ് പ്രാക്ടിക്കൽ ഇതിലേക്ക് പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. റൈറ്റ്? സോ ഇതൊക്കെ ഫിസിക്കൽ മെത്തേഡാണ്, ടെമ്പററി സൊല്യൂഷനാണ്, പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ചെറിയ പ്യൂരിഫിക്കേഷനാണ്. മെൻ്റൽ മെത്തേഡ്, കോൺസെൻട്രേഷൻ, ഡിറ്റാച്ച്മെൻറ്റ്, ഫർഗറ്റ്ഫുൾനെസ്, പ്ലാൻഡ് തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ്, ചേഞ്ച് ഓഫ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ്, സെൽഫ് റെസ്ട്രെയിൻ ആൻഡ് പേഷ്യൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെൻ്റൽ, ഫിസിക്കൽ, റിലീജിയസ്. ഞാൻ ഹിന്ദു, ഇതൊക്കെ റിലീജിയസ് ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഭഗവത്ഗീത ഒരു ഹിന്ദുവിൻ്റെ അല്ല, ഒരു മുസ്ലിമിൻ്റെ, ക്രിസ്ത്യൻ്റെ അല്ല. ഭഗവത്ഗീത ഈസ് ഫോർ എവ്രി വൺ. ഓക്കെ, ഭഗവത്ഗീത ഈസ് ഫോർ എവ്രി വൺ. ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യൻ്റെയോ മോണോപോളി അല്ല ഈ ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എല്ലാ ഈശ്വര അംശത്തിനും ഇത്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സ്പിരിച്വൽ സൊല്യൂഷനാണ്. നമ്മൾ ഹിന്ദുക്കളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ പോലും ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമല്ല എന്ത്? ഹരേ കൃഷ്ണ പ്രസ്ഥാനം. എൻ്റെ ഗുരു ഒരു ക്രിസ്ത്യനാണ്, അറിയാമോ? എൻ്റെ ഒരു ജയപതാക സ്വാമി, അദ്ദേഹം US-ലുള്ള ആളാണ്. അപ്പോൾ ക്രിസ്ത്യനും മുസ്ലിം സർവ മതങ്ങൾക്കും ജാതിക്കും മേലെയാണ് സ്പിരിച്വാലിറ്റി. ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനൊരു ഹിന്ദുവിൻ്റെ വക്താവായിട്ടല്ല നിങ്ങളുടെ തിരിക്കുന്നത്. റൈറ്റ്? സോ ഇതൊക്കെ ടെമ്പററി സൊല്യൂഷനാണ്. ഫൈനലി എങ്ങനെയാ? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയും. ഇതൊക്കെ ചെയ്താലും നമ്മളൊരു തടാകത്തു നിന്ന് ഒരു മീനിനെ എടുത്തിട്ട് അതിന് നല്ല $, കൊടുക്കുക, അതേമാതിരി ബിയർ കൊടുക്കുക, ബർഗർ കൊടുക്കുക, മാഗസീൻ കൊടുക്കുക, എന്തൊക്കെ കൊടുത്താലും മീനിന് സന്തോഷമാവുമോ? മീൻ എവിടെയാണ് കംഫർട്ട്? ഒന്നും കൊടുക്കണ്ട, ചുമ്മാ വെള്ളത്തിൽ തള്ളിയിട്ടാൽ മതി, അല്ലേ? അതേമാതിരിയാണ് ആത്മാവിന് പരമാത്മാവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് റിയലൈസ് ചെയ്യിപ്പിക്കുന്നതാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണം. ഈ സോളിനെ പ്യൂരിഫൈ ചെയ്യണം. സോളിന് നല്ല ചിന്തകൾ വരണം.
സോള് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, നല്ലതേത് മോശം ഏത് എന്ന് പറഞ്ഞിട്ട് സോള് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം ത്രൂ ഇൻ്റലിജൻറ്റ്, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇത് നല്ലത് ഇത് മോശമായതുള്ളത് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റണം ഇൻ്റലിജൻ്റ് ആയിട്ട്. പലയിടത്തും നമ്മളത് ചെയ്യുന്നില്ലേ? ചെയ്യാത്ത സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ പ്രശ്നം കിട്ടുന്നത്. അപ്പോൾ അതിനൊപ്പം നമ്മൾ ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 2-ാം അധ്യായം 66-ാം ശ്ലോകം, സോൾ എങ്ങനെയാണ് ഇതിനുള്ള എനർജി കിട്ടുന്നതെന്നാണ്. സി, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഭഗവത്ഗീത 2.66, വൺ ഹു നാസ്തി ബുദ്ധിയുക്തസ്യ നജായുക്തസ്യ ഭാവന, വൺ ഹു ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ സുപ്രീം എന്ന് പറഞ്ഞാൽ സുപ്രീമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരാൾക്ക് ക്യാൻ ഹാവ് എ നെയ്തർ ട്രാൻസെൻഡൻ്റൽ ഇൻ്റലിജൻസ്, അവർക്ക് ആത്മീകമായിട്ടുള്ള ഇൻ്റലിജൻസോ നോർ എ സ്റ്റഡി മൈൻഡ്, ഒരു സ്റ്റഡി മൈൻഡ് പോലും അവർക്ക് കിട്ടില്ല. വിത്തൗട്ട് വിച്ച് ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് പീസ്. അശാന്തിരസ കുതസുഖ, അങ്ങനെ അശാന്തമായ മനസ്സിന് സുഖം എവിടെയെന്നാണ്. അപ്പം ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താണ്? നീ എന്ന ആത്മാവ് ഈ ഭൗതിക ബന്ധങ്ങൾക്ക് മേലെ പരമാത്മാവുമായിട്ട് കണക്ട് ചെയ്യണം, യോഗത്തിലാവണമെന്ന് പറയണം. അങ്ങനെ യോഗത്തിലായി കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ്, പ്രോപ്പർ ഇൻ്റലിജൻ്റ് ആവുമെന്ന് പറയണം. അങ്ങനെ പ്രോപ്പർ ഇൻ്റലിജൻ്റ് ആവുമ്പോൾ ആ ഇൻ്റലിജൻ്റ് എന്ത് ചെയ്യും? മൈൻഡിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ആ മൈൻഡ് ഇൻ്റലിജൻറ്റുമായിട്ടുള്ള നല്ല അസോസിയേഷൻ. മൈൻഡ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അറിയാമോ? ഉപനിഷത്ത് പറയുന്നു പല വിധത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അങ്ങനെ പോകുന്ന വഴി സന്ധ്യയായി ആ മൈൻഡിൻ്റെ പോകുന്ന ഒരു കള്ളുകുടിയനെ പോലെയുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോകുന്ന വഴി കള്ളും കുടിച്ച് അതേമാതിരി 2 തേളും കടിച്ച് പോകുന്ന വഴി ഒരു മരത്തിൽ നിന്ന് ഒരു ഭൂതവും കയറി തലക്കിരുന്നതാണ്. ഇതാണ് ഒരു മനസ്സ് ഒരാളുടെ. എങ്ങനെ ഉണ്ടാവും? ഒരാളുടെ മനസ്സ് ഉപനിഷത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. 1 പ്രോസ്റ്റിറ്റ്യൂട്ട്, 2 ഓർഡിനറി പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, പിന്നെയോ വിത്ത് ഫ്രൂട്ട് സലാഡ്, അല്ലേ? സിനിമയിൽ പറയൂല, ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? 2 തേളും കടിച്ച് കള്ളും കുടിച്ച് ആ വഴിയിൽ എവിടെയോ ഇരുന്ന ഭൂതം കൂടെ തലയ്ക്ക് കയറി. ഉപദേശാകി മൂർഖ പ്രകോപയ നശാന്തയ, അങ്ങനെ മൂർഖനായി എപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നവൻ ഏറ്റവും കൂടുതൽ വീക്കായിരിക്കും. ഏറ്റവും പവർഫുൾ ആരാ? അപ്പോൾ കൂളായിട്ടിരിക്കുന്നവനെ അടിക്കാൻ പറ്റില്ല, പക്ഷേ വീക്കായിട്ടിരിക്കുന്നവനെ പെട്ടെന്ന് അടിക്കാൻ പറ്റും. എപ്പോഴാ? ഒരുപാട് ദേഷ്യം വരുമ്പോൾ. നിങ്ങൾ ആരൊക്കെ അടി കൂടിയിട്ടുണ്ട്? എത്ര പേര് അടി കൂടിയിട്ടുണ്ട്? നല്ല ദേഷ്യം വരുമ്പോഴേ കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കും. പിന്നെ അടിച്ചിട്ടെന്ത് കാര്യം, അല്ലേ? നല്ല ദേഷ്യമുള്ളവർ തമ്മിൽ അടിക്കാൻ പറ്റൂല, അവരുടെ കൈയൊന്നും പൊങ്ങൂല. ദേ ആർ വീക്ക്, ദേ ബിക്കം വെരി വീക്ക്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറുതെ സമാധാനമായിട്ടിരിക്കുന്ന ഒറ്റ ഇടി ഇടിച്ചായിരുന്നു തെക്കെ വടക്കര എവിടെയെങ്കിലും പോയി കിടക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കിക്കോളൂ, നമ്മൾ ദേഷ്യപ്പെടുന്ന നമുക്കൊരു അഹങ്കാരമേ അല്ല. ഒരു ജെന്റിൽമാന്, ഒരു ജെന്റിൽ വുമണ് ദേഷ്യപ്പെടുന്ന അഹങ്കാരമേ അല്ല. ആ വികാരം നിയന്ത്രിക്കുന്നവനാണ് പവർ കൂടുതൽ. ഇനി അങ്ങനെ ചെയ്തു നോക്ക്, ഒന്ന് പ്ലാൻ ചെയ്തു നോക്ക്, അപ്പോൾ മനസ്സിലാവും. ഒരുപാട് പ്രോബ്ലത്തിന് സൊല്യൂഷനാണ്. ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയുന്നു എന്താണ്? ഈശ്വരനുമായിട്ട് സ്പിരിച്വൽ സൊല്യൂഷൻ എന്താണ്? ഞാൻ യോഗയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. 60,000 വർഷം ആര് ചെയ്തു? വിശ്വാമിത്ര മുനി. അവരൊക്കെ ആസനം, യോഗ ഇതൊക്കെ ചെയ്ത പെർഫെക്റ്റ് ആൾക്കാരാണ്. എന്നിട്ട് പോലും ചില സമയത്ത് there is a slips and fall. പക്ഷെ സ്പിരിച്വൽ അങ്ങനെയല്ല. നമ്മൾ ആത്യന്തികമായിട്ട് ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് പറയുന്നത് വൺ ഹു ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ സുപ്രീം. അപ്പോൾ സുപ്രീമുമായിട്ട് കണക്ട് ചെയ്ത അർജുന, നിനക്ക് ഈ മായ പ്രശ്നം തീരും. നീ ഈ ശരീരമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നീ യോഗത്തിൽ ചേരുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് യോഗ, റൈറ്റ്? അതുകൊണ്ട് കൃഷ്ണൻ എന്താ പറയണത്? 3-ാം അധ്യായം 43-ാം ശ്ലോകത്തിൽ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ ദസ് നോയിങ് വൺ സെൽഫ് ടു ബി ട്രാൻസെൻഡന്റൽ ടു ദ മെറ്റീരിയൽ സെൻസസ് മൈൻഡ് ആൻഡ് ഇന്റലിജൻസ്. അങ്ങനെ ഒരു വ്യക്തി ഈ ഭൗതിക ഇന്ദ്രിയങ്ങൾക്കും ഇന്റലിജന്റിനും മനസ്സിനും ഉപരിയാണെന്ന് മനസ്സിലാക്കൂ അർജുന. എന്നിട്ട് ഓ മൈറ്റി ആംഡ് അർജുന, one should steady the mind by deliberate
സ്പിരിച്വൽ ഇൻ്റലിജൻസ്. കൃഷ്ണനെ ഇവിടെ ആൻസർ പറഞ്ഞു എന്താണ്? വൺ ഷുഡ് സ്റ്റഡി ദ മൈൻഡ് ബൈ ഡെലിബറേറ്റ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്, അല്ലേ? സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ആത്മീകമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്റ്റഡി ചെയ്യാൻ പറ്റുമെന്ന് കൃഷ്ണനെ 3-ാം അധ്യായം 43-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ബൈ സ്പിരിച്വൽ സ്ട്രെങ്ത് കോൺക്വർ ദിസ് ഇൻസേറ്റിയബിൾ എനിമി നോൺ ആസ് ലസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിനുള്ള ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. സോ സ്പിരിച്വൽ മെത്തേഡ്, പെർമനൻറ്റ് പ്യൂരിഫിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ സൊല്യൂഷനാണ്. ഇത് സ്പിരിച്വൽ മെത്തേഡ്. എന്താണ്? മന്ത്ര മെഡിറ്റേഷൻ, ഭക്തി യോഗ. അപ്പം ഇതിൽ ഭഗവത്ഗീതയിൽ യോഗങ്ങളെക്കുറിച്ച് പറയുമല്ലോ, ജ്ഞാനയോഗം, ധ്യാനയോഗം എല്ലാം. അതിൽ ഔട്ട് ഓഫ് ഓൾ ദീസ് യോഗ, ഭക്തി യോഗ ഈസ് സുപ്രീം. ഭക്തി യോഗ എന്ന് പറഞ്ഞാൽ ടു കണക്ട് വിത്ത് ഭഗവാൻ, ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ആ ഭക്തി യോഗ, അതേമാതിരി ആറ്റിറ്റ്യൂഡ്, അൺസെൽഫിഷ് ആക്ഷൻ, കർമ്മയോഗ, നോളജ് ഓഫ് സെൽഫ്, എന്നെക്കുറിച്ചുള്ള അറിവും ഈശ്വരനെ കുറിച്ചുള്ള അറിവും വേണം. അതേമാതിരി സെൽഫിഷ് അല്ലാത്ത ആക്ഷൻ, നിഷ്കാമം, അല്ലേ? കർമ്മയോഗ. അതിൻ്റെ കൂടെ മന്ത്ര മെഡിറ്റേഷൻ, ഭക്തി യോഗ. ഓക്കെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രമാണ് പൊതുവെ കലിസന്ധരണ ഉപനിഷത്തിൽ പറയുന്നത്. ഓക്കെ. അപ്പം ഇതിൽ ഹരേ കൃഷ്ണ രാമ ഇങ്ങനെ 3 മന്ത്രമുണ്ട്. അപ്പം ഈ ഹരേ ആരെയാണ് കുറിക്കുന്നത്? കൃഷ്ണന്റെ പരാശക്തിന് വിവിധൈവ ശ്രൂയത എന്നാണ്. നമ്മളിത് ഇപ്പം മാത്രമല്ല, ഹരേ കൃഷ്ണക്കാർ കൊണ്ടുവന്ന മന്ത്രമല്ല. നമ്മൾ മുത്തശ്ശിമാരുടെ കാലത്ത് കേട്ടില്ലേ, ഹരേ രാമ 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 ഹരേ ഹരേ. എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മളത് അടിച്ച് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ ജപിക്കണമെന്ന് പറഞ്ഞു. അത് ഇസ്കോണിൻ്റെ മുമ്പേ ഉണ്ടായതാണ്. അപ്പോൾ ഇത് കലിസന്ധരണ ഉപനിഷത്തിന് ഈ മന്ത്രം പറയുന്നുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ്വിളി എന്ന് പറഞ്ഞാൽ ജയധ്വനിയാണ്, ഗ്ലോറിഫൈ ചെയ്യുന്നതാണ്. പക്ഷെ മന്ത്രത്തിൽ ജയ്വിളി വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അഷ്ടോത്തര നാമം, അതിൽ ഓം കൃഷ്ണായ നമ, ഓം മാധവായ നമ, ഓം നാരായണ നമ, അത് മന്ത്രമാണ്. അതിൽ വരെ നമ്മൾ ജയ് മാധവായ നമ, ജയ് കേശവായ നമ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ജയ് എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫിക്കേഷനാണ്. ജയിക്കട്ടെ, അത് സ്തുതിയാണ്. മന്ത്രം വേറെ, സ്തുതി വേറെ. അപ്പം ഇതിൽ ഹരേ എന്ന് പറഞ്ഞാൽ പരാശക്തി വിവിധൈവ ശ്രൂയതേ. ഭഗവാൻ ഒരുപാട് ശക്തിയുണ്ട്. അതിൽ ഒരു ശക്തി ആന്തരിക ശക്തിയുണ്ട്. ആന്തരിക ശക്തിയെ രാധ എന്ന് പറയും. ആ രാധയുടെ പേരാണ് ഹരേ. ഇനി കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കുറിക്കുന്ന നാമമാണ്. സർവ ആകർഷക ഇതി കൃഷ്ണ. ഇനി ഹരേ രാമ. ഈ രാമൻ ത്രേതായുഗത്തിലെ രാമനല്ല. അപ്പൊ അവിടെ സീത എന്നല്ലേ വരുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സീതാരാമ രാമ രാമ സീത എന്നല്ലേ വരേണ്ടത്. അപ്പൊ ഈ രാമൻ, ആ രാമനല്ല പറയുന്നത്, രമയിത ഇത് ഉച്ചത്തെ രാമ. ഈ കൃഷ്ണൻ എന്ന ഈശ്വരൻ രമിപ്പിക്കുന്നവനാണ്, സന്തോഷിപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഈ നാമം വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മൾ എങ്ങനെയാണ് ഉമാ, ഇപ്പം നമ്മൾ മഹാദേവൻ എങ്ങനെയാ പറയണ? ഉമാമഹേശ്വര, അല്ലേ? ലക്ഷ്മി നാരായണ. അതേമാതിരി രാധാകൃഷ്ണയുടെ മന്ത്രമാണ് ഹരേ എന്നുള്ളത്. ഓം ഹരായ നമ എന്നുണ്ടോ, ഹരേയ നമ എന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് ആരുടെയും പ്രൊഡക്ടിവിറ്റി അല്ല. അത് കലിസന്ധരണ ഉപനിഷത്തിൽ അങ്ങനെ ഉണ്ട്. ഉപനിഷത്ത് ഈസ് റിട്ടൺ ബൈ വ്യാസദേവ്. അതുകൊണ്ട് നമുക്ക് ദൈവികപരമായിട്ടുള്ളതെല്ലാം എവിടെ നിന്നെങ്കിലും ശ്രുതിയിൽ നിന്നോ സ്മൃതിയിൽ നിന്നോ ആയിരിക്കും. ഓക്കെ. സോ ഇത് കൺക്ലൂഷനാണ്. ഭഗവാന്റെ തിരുനാമം ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി സാർ പറഞ്ഞു ഓം നമോ ഭഗവതേ വാസുദേവായ. അത് കലിയുഗത്തിലല്ല, അതിനു മുമ്പേയുള്ള യുഗങ്ങളിലാണ്. കൂടുതലും ധ്രുവ മഹാരാജാവിന് നാരദ ഋഷി ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രമാണ്. അപ്പോൾ ഓരോ യുഗത്തിലും ഓരോ മന്ത്രമുണ്ട്. ഈ യുഗത്തിലെ മന്ത്രം
ഇത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ഷോഡശകം നാം കലി കൺമഷനാശനം നദ പരതരൂപായ സർവവേദേഷു ദൃശ്യതേ. കലിസന്ധരണ ഉപനിഷത്തിലെ മന്ത്രമാണ് ഇത്. ഷോഡശകം നാം 36 വർണ്ണങ്ങളുള്ള 16 നാമങ്ങളാണ് ഈ ഹരേ രാമ എന്ന് തുടങ്ങുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരും ഇല്ലേ? ഈ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങിയത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലം മുതലാണ്. കാരണം ഹരേ രാമ എന്ന് തുടങ്ങുന്നത് കുറച്ചുകൂടെ നിഷ്ഠയും ഒക്കെ ഉള്ള ആൾക്കാർ വേണം ജപിക്കാൻ. പക്ഷെ നമുക്ക് ആദ്യമേ എല്ലായിടത്തും നിഷ്ഠ പറയാൻ പറ്റാത്തത് കൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ഹരേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന നാമം തത്രാർപ്പിത നിയമിത സ്മരണേന കാല. ഇതിന് നിയമമോ യമമോ ഒന്നും ബാധകമല്ല. മറ്റതിന് ഗായത്രി മന്ത്രം പോലെയാണ്. 3 നേരം ജപിക്കാവൂ. രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 12, വൈകിട്ട് 6 മണി, അങ്ങനെ പാടുള്ളൂ. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഫോളോവേഴ്സാണ് നമ്മളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. എന്നാൽ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാലും ഹരേ രാമ എന്ന് പറഞ്ഞോളും ഈശ്വരൻ കൃഷ്ണനെ തന്നെ പ്രതിനിധീകരിക്കുന്നതാണ്. കൃഷ്ണൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് ആര്? രാധ. അപ്പം ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? അല്ലയോ രാധയെ, ഭഗവാന്റെ ശക്തിയെ എന്നെ ഈശ്വരന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, അങ്ങയുടെ കൃഷ്ണൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഈ രാധ, ഈ ഹരേ എന്ന് പറയുന്ന രാധ 2 രീതിയിൽ വർക്ക് ചെയ്യും. പ്ലഷർ പൊട്ടൻസി എന്ന് പറയും, ഹ്ലാദിനി പൊട്ടൻസി എന്ന് പറയും. രാധ ആസിറ്റീസായിട്ട് കൃഷ്ണന് സന്തോഷം കൊടുക്കുകയും ഹ്ലാദിനി ആഹ്ലാദം കൊടുക്കുകയും അറ്റ് ദ സെയിം ടൈം ആ രാധ സുഭദ്രയായിട്ട് വന്ന്, കൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയായിട്ട് ഇനി മാറിയിട്ട് കൃഷ്ണൻ്റെയും കൃഷ്ണൻ്റെ അടുത്ത് അട്രാക്റ്റ് ആവുന്ന ഭക്തൻ്റെയും ഇടയിൽ ഉള്ള ബന്ധത്തിനെ പോഷിപ്പിക്കുകയും ചെയ്യും ഈ ഹരേ. അപ്പം ഈ ഹരേ നമുക്ക് മാറ്റാൻ പറ്റൂ. അതുകൊണ്ടാണ് ഹരയ്ക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ഒന്ന് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുക, ദിവസേന ഭഗവാന്റെ തിരുനാമം ജപിക്കുക. 2ാമത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, നമുക്ക് ശരീരാവബോധം ഇല്ലാതിരിക്കുക. 3 ഹരേ കൃഷ്ണ മന്ത്രം വഴി അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രം വഴി ഈശ്വരനുമായിട്ട് കണക്റ്റ് ആവുക. 4 ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. ശരീരബോധം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ വരും. ശരീരബോധം കുറയും തോറും ഇതെല്ലാം കുറഞ്ഞു വരും. അങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. BSSന്റെ പ്രതിമാസ പരിപാടിയായ പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടിയാണ് ഇവിടെ നടന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രതിഭയുമായി സംവദിക്കാനുള്ള സുവർണാവസരമാണ് നമുക്കിവിടെ ഇതിലൂടെ ലഭിക്കുന്നത്. ആദ്യമായി ഇത്തരമൊരു പരിപാടിക്ക് അവസരം ഒരുക്കി തന്നതിന് BSSന്റെ ദേശീയ ചെയർമാനും ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷനുമായ BS ബാലചന്ദ്രൻ സാറിനാണ് നന്ദി അറിയിക്കുന്നു. നന്ദി സർ. ഇന്നത്തെ പ്രതിഭ തിരുവനന്തപുരം ഇസ്കോൺ മേധാവി ശ്രീ മനോഹർ ഗൗരദാസ്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും അദ്ദേഹത്തിൻ്റെ വളരെ ഇൻഫോർമേറ്റീവായ പ്രഭാഷണം കൊണ്ട് നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിതരാക്കി എന്നത് ഒരു സത്യമാണ്. യോഗ എന്ന പദത്തിന് നമ്മൾ വിശ്വസിച്ചിരുന്ന അർത്ഥത്തിനുപരി ഈശ്വരനുമായുള്ള യൂണിയൻ ആണെന്ന ബോധവും നമ്മളിൽ ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ മിത്രവും ശത്രുവും എൻ്റെ മനസ്സ് തന്നെ, എൻ്റെ ചിന്ത തന്നെ എന്ന് തിരിച്ചറിവ് എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷനാണെന്ന് വളരെ രസകരമായി അദ്ദേഹം പറഞ്ഞു തരുന്നു. നന്ദി സർ. സ്വാഗതം ആശംസിച്ച BSSന്റെ ഡയറക്ടർ ജനറൽ ജയാശ്രീകുമാർ മാഡത്തിനും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി.